ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഈ കാണുന്നത് നമ്മളെ വർക്കല ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാനും മൂത്തമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോയാണ്. മൂത്തമ്മ കണ്ണിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, അപ്പോഴത്തേക്ക് അത് കാണിക്കാൻ വേണ്ടി പോയതാണ്. രാവിലെ പോയി മൂത്തമ്മ തുണ്ടെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ മേളിലൊക്കെ പോയി അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം നേരെ കൗണ്ടറിൽ പോയി മൂത്തമ്മ കണ്ണിനകത്ത് മരുന്നൊഴിക്കാനുണ്ടായിരുന്നു. മരുന്നൊഴിച്ചിട്ട് നേരെ കണ്ണടച്ച് ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ വന്ന് ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണടച്ചിരിക്കുകയാണ് പാവം. അങ്ങനെ ഇരുന്നപ്പോഴാണ് മൂത്തമ്മ ഒരു കാര്യം പറഞ്ഞത്, എന്താണെന്നല്ലേ കാണിച്ചത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്ക് മാസ്ക് ഇല്ലാതെ അതിനകത്തോട്ട് കയറ്റാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഡോക്ടറെ കാണണമെങ്കിൽ മാസ്ക് വേണം. അങ്ങനെ റോഡിൽ പോയി ഒരു മാസ്കും മേടിച്ചിട്ട് പോകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാസ്കും മേടിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കാണ് മൂത്തമ്മ ഒരു കഥ പറഞ്ഞു തുടങ്ങിയത്. കഥയല്ല, നടന്ന സംഭവങ്ങളാണ്. ഈ കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ ആളില്ലായിരുന്നേ. ഞാൻ ഇവിടെ നിന്ന് ഒരുത്തന്നെ വിളിച്ച് മരുന്ന് ഒഴിച്ചു. അങ്ങേരടുത്ത് കയറിയപ്പം വേറെ ആളിനെ വിളിച്ചുകൊണ്ട് കയറിയാൽ അങ്ങനെ സമ്മതിച്ചില്ല. അങ്ങേരെ ഇട്ടെടുത്ത് ചോദിച്ചവൾ അങ്ങനെ എൻ്റെ പേര് ചോദിച്ചു, എൻ്റെ വീട് എവിടെയെന്ന് ചോദിച്ചു, പിന്നെ എൻ്റെ മക്കൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ അറിയാൻ വയ്യാത്തവരെ വിളിച്ചുകൊണ്ട് കയറിയപ്പോൾ അവരൊക്കെ എൻ്റെ വീട്ടുപേരും അറിയാൻ വയ്യ, എൻ്റെ പേരും അറിയാൻ വയ്യ. തിരിച്ചിറക്കി ഇലവനിലുള്ള കുഞ്ഞമ്മയുടെ മോളെ അവളിവിടെ ഉണ്ടായിരുന്നു. അവൾ വന്നാണ്. പിന്നെ അവള് കയറിയിട്ട് പറഞ്ഞു എൻ്റെ മൂത്തമ്മയാണ്, എന്നാൽ അങ്കിളിയെ വിളിച്ചാൽ മതിയായിരുന്നു. അങ്കിളി വിളിച്ചെങ്കിൽ അങ്കിളി എന്നെ കാത്ത് നിൽക്കുകയായിരുന്നു. എൻ്റെ മൊബൈലിൽ പൈസ ഇല്ലായിരുന്നു. ഞാൻ വേറെ ആരെയും മൊബൈൽ മേടിച്ച് വിളിച്ചതുമില്ല. അവളെന്നെ കാത്ത് ഇവിടെ കണ്ട് വന്നു. ഞാൻ അവളെ കണ്ടില്ല. അങ്ങനെ പിന്നെ അവിടുത്തെ പറ്റിയെന്ന്. പിന്നെ അവൾ കയറി പറഞ്ഞ് എൻ്റെ മൂത്തമ്മയാണ്, അവരുടെ പേര് കനകമണി എന്നാണ്, എൻ്റെ വീട് ഇവിടെ അത് ഭൂതകളത്ത് എന്ന് പറഞ്ഞപ്പോൾ നിർത്തി നോക്കി. അങ്ങേരി രണ്ടും വെട്ട് ഇറക്കി കളഞ്ഞു. മറ്റേ ഒ പി ടിക്കറ്റിൽ എന്തൊരു മണിയപ്പേ, അടിപൊളി. അങ്ങനെ തന്നെ വിളിക്കുന്നത്, പേര് വിളിക്കുമ്പോൾ അങ്ങനെയാണ് വിളിക്കുന്നത് മണി. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊന്നുമല്ല, ഒ പി ടിക്കറ്റിനകത്ത് കഴിഞ്ഞതിന് വന്നപ്പോഴത്തേക്ക് പേര് എഴുതിയത് നമ്മളെ ഒരു ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു, അറിയാവുന്ന ആ ചേച്ചി പോയാണ് പറഞ്ഞു കൊടുത്തത്. മണി എന്നുള്ളത് മണിയപ്പയെന്നാക്കി. അങ്ങനെ അന്ന് മുതൽ ഡോക്ടർ മൂത്തമ്മേരെ പേര് വിളിക്കുമ്പോഴത്തേക്ക് മണിയപ്പ എന്നാണ് വിളിക്കുന്നത്. അത് കേട്ട് ഞാനും മൂത്തമ്മയും അവിടെ ഇരുന്ന് നല്ല ചിരിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഡോക്ടറിനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഹോസ്പിറ്റലായതുകൊണ്ടും അത്രയും ആൾക്കാരെ മുമ്പിൽ വെച്ചും ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. നമ്മൾ നേരെ പോയത് എങ്ങോട്ടാണെന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളവിടെ നിന്ന് നേരെ വന്നത് ചായക്കടയിലോട്ടാണ്. ഡോക്ടറിനെയൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ നേരെ ഒരു ചായക്കടയിൽ വന്നു. അവിടെ രാവിലെ മൂത്തമ്മ ഒന്നും കഴിക്കാത്തതുകൊണ്ട് മൂത്തമ്മയ്ക്ക് ഒരു ചായയും ബോണ്ടയും പിടിച്ചു കൊടുത്തു. ഞാനൊരു ചായയും നല്ല ചൂട് ഉഴുന്ന് വടയുമാണ് കൈസ് കഴിച്ചത്. ചൂട് നല്ല ചൂട് കളയുന്നു ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് എൻ്റെ ചേച്ചിയുടെ വണ്ടിയാണ് ഈ കാണുന്നത്. അങ്ങനെ ചേച്ചിയുടെ വണ്ടിയിലാണ് ഞാനും മൂത്തമ്മയും കൂടെ പോയത്. എൻ്റെ വണ്ടിയിൽ മൂത്തമ്മയ്ക്ക് കയറാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ബേബി അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ബേബീനെയും കാണിച്ചിട്ട് ഇനി ഞാൻ നേരെ പോകുന്നത് നമ്മുടെ ചേച്ചിയുടെ വീട്ടിനകത്താണ്. ഈ കാണുന്നതാണ് ചേച്ചിയുടെ വീട്. ഇവിടെ അവർക്ക് 2 സ്കൂട്ടിയാണുള്ളത് കേട്ടോ. ഒന്ന് ഇത് പഴയ വണ്ടിയാണ്, അവിടെ ഇരുന്ന ചുമന്ന വണ്ടി. ആയിരിക്കുന്നത് പുതിയ വണ്ടി. ആ വണ്ടിയിലാണ് നമ്മൾ പോയിട്ട് വന്നത്. ഇനി കയറുന്നതാണ് നമ്മുടെ ചേച്ചിയുടെ വീട്. പ്രോട്ടീൻ ഇത് സംഭവം പ്രോട്ടീനാണ്. ഓക്കെ, താങ്ക് യു. കുടിക്കാൻ ഇത് വിശാലം അടിച്ചാണ് 3 ബാക്ക് വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് കുടിച്ച് തീർക്കാം. എന്നെ കൊണ്ട് ഏതൊരുമാതിരി നല്ല ചേച്ചി. തൈരടാ കൊള്ളൂല. ഇതിന്റെ പ്രോട്ടീനെ കുറച്ച് ഉണ്ണി മേടിച്ചത്. ഉണ്ണിയോ? ഉണ്ണിയല്ല, വിശാഖ് മേടിച്ച. എന്ന് ഞാൻ കഴിച്ചു. എവിടുന്ന്?
നമ്മള് കടയിൽ നിന്ന് കഴിച്ചു. ഇത് 3 അവന് കൊടുത്താ. അമ്മ ഇത് കൊള്ളത്തില്ലെന്ന് എന്തൊരു. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് നേരെ പോയത് എൻ്റെ സ്വന്തം വിമല ചേച്ചിയുടെ അടുത്തോട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാൻ കഴിയും. അങ്ങ് ദൂരെ നിന്ന് നടന്നു വരുന്നതാണ് എൻ്റെ വിമല ചേച്ചി. ഞാൻ എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. വിമല ചേച്ചി എന്ന് പറഞ്ഞാൽ വരാറില്ല, എൻ്റെ അമ്മയാണ്. ആ തൊഴിലുറപ്പും കഴിഞ്ഞ് കയറി വരുന്ന വരക്കമാണ് നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ എനിക്ക് മനസ്സിലായില്ല. വീട്ടിലെന്ന് പറഞ്ഞിട്ട് മറ്റേ ആൻറ്റിയൊക്കെ അങ്ങ് പോയല്ലേ ഏമ? വീട്ടിലെന്ന് പറഞ്ഞിട്ട് അങ്ങ് എത്തിയല്ലോ. അല്ല എവിടെ പറ രാജമ്മയൊക്കെ അങ്ങെത്തി. വരണ്ട വീട്ടിലെന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങോട്ട് ആട്ടോയിൽ പോയാ? അല്ലേ പറഞ്ഞ 15 രൂപയായിരുന്നു. ഓഹോ ഗൈസ്, അപ്പോൾ നമ്മൾ അമ്മേനെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ടാണ് വന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. ഇനി ബേക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ 2 പേര് നിൽപ്പുണ്ട്. അവരെ ഞാൻ കാണിച്ചു തരാം. എല്ലാം പറക്കണം, തുണിയെല്ലാം മാറ്റണം. ആളുകൾ വന്ന് ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നു. ഈ വിറവ് പേർക്ക് എപ്പുറത്തിരണം. ഗൈസ്, അപ്പം ഈ തൊഴിലുറപ്പ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും വന്ന് കുറച്ച് നേരം ഇരിക്കുന്നത് ഇനി തൊട്ട് ഒരാഴ്ച നമ്മുടെ വീട്ടിലാണ് കേട്ടോ. അതാണ് അമ്മ പറഞ്ഞത്. അവിടെ നിന്ന് തുണികളെല്ലാം എടുത്ത് മാറ്റണം, വിറകും മാറ്റണം എന്ന് പറഞ്ഞത്. വെക്കാടി മോനോ വിളിക്കുന്നു. ഞാനല്ലെന്ന് എന്തോ വിളിക്കുന്നു മോള്. ഇവിടെ വാ, ഇവിടെ വന്ന് ഇരിയടാ, ഇരിയടാ, അവിടെ ഇരിയടാ, ഇരി ഇരി. ഷേക്കാൻഡ് ഷേക്കാൻഡ് അമ്മച്ചിക്ക് ഷേക്കാൻഡ് 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 ഇരിയടാ, ഇരിയടാ, ഇരിയടാ. ഷേക്കാൻഡ് 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 ഷേക്കാൻഡ്. ഞാനല്ല അവിടെ പോയി അവിടെ ഇരി 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 ഇരി. എടാ അവിടെ ഇരിയടാ, ഇരി ഷേക്കാൻഡ് ഷേക്കാൻഡ്. അങ്ങനല്ല. നോ ഗോ സിറ്റ് മിണ്ടായി ഹാൻഡ്. ഏ ഗുഡ് ബോയ്. റൈറ്റ്. നോ ദിസ് ലെഫ്റ്റ്. ഏ ഗുഡ് ബോയ് ഗുഡ് ബോയ്. വൈറ്റി മോളെ 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 എൻ്റെ പൊന്നേനുണ്ട് മോനല്ലേ. ഓ എൻ്റെ ചക്കടെ കുട്ടാണ്, എൻ്റെ മക്കളുടെ കുട്ടാണ്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ഞാനേ പോയി. ഓ ഓ ഓ ഇരുന്നു.